ഹലോ ഗേയ്സ്, എന്തെല്ലാമാണ് വിശേഷം? സുഖമല്ലേ? അച്ചായത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പണ്ടത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഗേയ്സ്. അങ്ങനെ പള്ളിയിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ റൂമിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നതിന് ശേഷം ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഇതാണ് അബുദാബിയിലെ കാർഡ്. അങ്ങനെ ബസ്സിൽ നോക്കി നിന്നു. 10 മിനിറ്റിന് ശേഷം ബസ് വന്നു. അങ്ങനെ പള്ളിയിലെത്തിയിരിക്കുന്നു. പള്ളിയിലെത്തിയപ്പം ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? നല്ല രീതിയിൽ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഞാൻ വെളിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പാരിഷ് ഹാളിലേക്ക് പോവുകയാണ്. അതായത് ഔട്ട്സൈഡ് വെച്ചിട്ടാണ് കുർബാന നടക്കുന്നത്. ഇന്ന് കുർബാന ഇംഗ്ലീഷ് കുർബാനയാണ് കേട്ടോ. മലയാളം ഓൾറെഡി കഴിഞ്ഞു കേസ്. അങ്ങനെ ഒരു 3/4 മണിക്കൂറും കുർബാനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മഞ്ഞുമഴ പെയ്യുന്നു. അവിടെ സൂപ്പർ. അങ്ങനെ ലൈറ്റും ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം തന്നെ എനിക്ക് ഫുള്ള് ഇവിടെ ബാക്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് കറങ്ങി കാണും കേട്ടോ ഗെയ്സ്. ഇത് പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ പുൽക്കൂടുകളും ട്രീകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടത് സീറോ മലബാറാണ്, അതായത് എൻ്റെ സ്വന്തം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്ക കേട്ടോ. ആഫ്രിക്കയിലെ പുൽക്കൂട് അതുപോലെ തന്നെ ട്രീകളും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യ അതുപോലെ തന്നെ കൊറിയയാണ്. എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ പുൽക്കൂടും പിന്നെ ഉണ്ണിയേശും ഒക്കെ ആഫ്രിക്കയിലെയും കൊറിയയിലാണ് കേട്ടോ. നല്ല രസമുണ്ട്, എന്തായാലും അടിപൊളി. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ തന്നെ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗാനമേളയല്ല, അല്ലാതെയുള്ള പാട്ടുകളും കാര്യങ്ങളുണ്ട് ഫിലിപ്പീൻസിൻ്റെ. അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്, ദൈവമേ സമയം പോയി വീട്ടിൽ പോയാലോ എന്ന്. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗേ.